ഇൽമിന്റെ വാഹകർ. ഇൽമ വഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് അവൻ വന്നിരിക്കുന്നത്. അവന്റെ വേഷവിധാനങ്ങൾ സുന്നത്തിനനുസൃതമായി കണിശമായി മാറുന്നു. അവൻ വെള്ള വസ്ത്രങ്ങൾ കൂടുതലും ധരിക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് ധരിച്ചിരുന്ന നീളം കുപ്പായം അതേപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹം വരുന്നു. തലമറയ്ക്കുന്നു. പണ്ഡിതന്മാർ പഠിപ്പിച്ച വിജ്ഞാനത്തിന്റെ അദബ് അവന്റെ ജീവിതത്തിലോട്ട് വരുന്നു. അതൊക്കെ അദബിൽപ്പെട്ടതാണ്. വിജ്ഞാനം പഠിക്കുന്ന ആളുകൾ തലമുറയ്ക്കലുണ്ട്, തലപ്പാവ് ധരിക്കലുണ്ട്. അത് അദബാണ്. അതല്ലാത്തത് അദബുകേടായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അവന്റെ ജീവിതശൈലികൾ മാറുകയാണ്. സമൂഹം ചോദിക്കുമ്പോൾ പറയണം, ഞാൻ ഇൽമു പഠിക്കുന്ന ആളാണ്, എന്തുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ നടക്കുന്നു, തലയും മറച്ച്? എന്തുകൊണ്ട് നീ ഖമീസിട്ട് നടക്കുന്നു? ഇത് സുന്നത്താണ്. ഞാൻ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ ധരിക്കുന്നത്. അത് കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം വരും, അവരും ഇത് സ്വീകരിക്കും. അതല്ലാതെ ജനങ്ങൾക്കിടയിൽ വിജ്ഞാനം അതിന്റെ വഴി മോശമാണെന്ന് വരുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാക്കാൻ പാടില്ല. നസ്അലുല്ലാഹ സലാമത വൽ ആഫിയ. വിജ്ഞാനം നമുക്ക് ശാന്തത തരും, അവധാനത തരും.